എനിക്കൊപ്പം നിൽക്കുന്ന ഈ 22-കാരിയാണ് ഉദയനാപുരം പഞ്ചായത്തിലെ 10-ാം വാർഡിൽ നിന്നും ജനവിധി തേടുന്നത്. വർഷ, എങ്ങനെയായിരുന്നു ഒരു ജീവിത പശ്ചാത്തലം? ഈ കാണുന്ന ചുറ്റുപാടിലാണ് ഞാൻ വളർന്നു വന്നിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അച്ഛൻ മരിച്ചിട്ടിപ്പോൾ 17 വർഷമായി. ഈ കഴിഞ്ഞ നവംബറിലെത്തിയപ്പോൾ ഒരു 17 വർഷമായി. അമ്മ രോഗിയാണ്. 2 അറ്റാക്കൊക്കെ കഴിഞ്ഞിട്ട് വിശ്രമത്തിലിരിക്കുകയാണ്. ചേട്ടനും അതുപോലെ തന്നെ കാലിൽ ബ്ലഡ് സർക്കുലേഷൻ കട്ടായിട്ട് ക്ലോട്ടിംഗ് ആയി റെസ്റ്റിലായിരുന്നു. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിലാണ്, റെസ്റ്റിലാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനാണ് ജോലി ചെയ്ത് ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ട് കുടുംബം നോക്കി വന്നുകൊണ്ടിരുന്നത്. വീട് സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു? എന്തായിരുന്നു അവസ്ഥ? ഒരു വീടിൻ്റെ പശ്ചാത്തലമൊക്കെ എങ്ങനെയാണ്? വീടിൻ്റെ പശ്ചാത്തലം എന്ന് പറയുമ്പോഴേക്കും ഇത് സ്വന്തം പേരിലല്ല കിടക്കുന്നത്, വെല്ലിച്ചേൻ്റെ പേരിലാണ്. വെല്ലിച്ചൻ മരിച്ചപ്പോഴേക്കും അത് വെല്ലുമ്മയ്ക്കും മോൾക്കും അവകാശപ്പെട്ടതായിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ചേട്ടനും വയ്യാണ്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഈ വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ആൾക്ക് ഹെൽത്ത് നന്നായിട്ട് കെയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീട് അനിവാര്യമായിരുന്നില്ല. ആ സമയത്താണ് നമ്മുടെ സഹാക്കൾ എല്ലാവരും കൂടി ചേർന്നിട്ട് നമ്മുടെ വാസവൻ ചേട്ടൻ, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട VN വാസവൻ സാറിനെ ബന്ധപ്പെട്ടത്. സാറ് വന്ന് വീട് കണ്ടപ്പോൾ തന്നെ സാറ് നമ്മളോട് ആരോടും പറയാതെ തന്നെ വീടിന് പ്രഖ്യാപിക്കുമായിരുന്നു. മനസ്സോട് ഇത്തിരി മണ്ണ് എന്ന ആ ഒരു പദ്ധതിയുടെ പ്രകാരം. അങ്ങനെ ഒരു നിങ്ങൾക്ക് സ്വന്തമായിട്ട് സ്ഥലം മേടിച്ചു വന്നു മന്ത്രി ഇടപെട്ട്? അതെ, മന്ത്രി ഇടപെട്ടിട്ട് നമുക്ക് ഇവിടെ പ്രമുഖനായിട്ടുള്ള ഒരു വ്യക്തിയാണ് നമുക്ക് 4 സെൻറ്റ് സ്ഥലം മേടിച്ചു തന്നത്. ഇപ്പോൾ അവിടെ കല്ലൊക്കെ ഇട്ട് വീട് നിർമ്മിക്കുന്നത് പാർട്ടിയും ഒക്കെ ഇടപെട്ടിട്ടാണോ? അതെ, ലൈഫ് മിഷൻ്റെ പേരിൽ കിട്ടിയേക്കുന്ന വീടാണ്. അതിപ്പോൾ പാർട്ടിയുടെ സഹായത്തോടു കൂടി നമ്മളിപ്പോൾ കല്ലിട്ട് വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഉടനെ തന്നെ അതിൻ്റെ ബാക്കി പണി പൂർത്തിയാക്കും. ഒരു കാര്യം കൂടി, ഇതൊരു ജനറൽ വാർഡാണ്. ആ ജനറൽ വാർഡിലാണോ ഒരു സംവരണ വിഭാഗത്തിൽപ്പെട്ട വർഷ ജനവിധി നേടുന്നത്? അതെ, ഇത് ജനറൽ വാർഡാണ്. വളരെ ചെറുപ്പത്തിലെ അച്ഛൻ നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി, അമ്മയും സഹോദരനും രോഗബാധിതർ, അങ്ങനെ ഒരുപാട് ജീവിത പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നതിനിടയിലാണ് മറ്റൊരു ഉത്തരവാദിത്തം വർഷ ഏറ്റെടുക്കുന്നത്. സാംജിത്ത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.